ശബരിമലയിലെ സ്വർണ്ണ മോഷണം കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് എന്ന് സൂചന. മോഷണം നടന്നെന്ന് ഉറപ്പിച്ച് വിജിലൻസ് പൂർണ്ണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO നിർണായകമായ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ അമ്പത്തൂരിലെ കമ്പനിയാണത്. അവിടെയാണ് ഈ ചെമ്പുപാളി പൂശാനായിട്ട് കൊണ്ടുചെന്നത്. ചെന്നൈയിൽ എത്തിച്ചത് പുതിയ ചെമ്പുപാളിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് വിവരം. അപ്പോൾ ഇത് സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റി എന്നുള്ളതാണ് വിവരം. ഈ ആരുടെയാണ് തീരുമാനം പാളിപ്പോയത് എന്നാണ് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. സലീം മാലിക് വിശദാംശങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. സലീം, ഈ പൂർണ്ണമായിട്ടും ഇത് അന്വേഷിക്കേണ്ട ഒരു കേസാണ്. പുതിയ ചെമ്പുപാളിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയതെന്ന സിഇഒയുടെ വെളിപ്പെടുത്തലും വലിയ ഗൗരവത്തോടെയല്ലേ നമ്മൾ കാണേണ്ടത്? ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ പൂർണ്ണ റിപ്പോർട്ട് നൽകും. പൂർണ്ണ റിപ്പോർട്ടിൽ അന്തിമ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമെന്നാണ് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു കേസിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഈ റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതി ഇന്ന് എന്ത് ഉത്തരവിടും എന്നുള്ളത് നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ആ പ്രതിപട്ടികയിലേക്ക് ആരൊക്കെ വരും എന്നതുൾപ്പെടെയുള്ളത് അതിൽ നേരത്തെ കഴിഞ്ഞ നിയമസഭയിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു FIR നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഏതെങ്കിലും സാഹചര്യത്തിൽ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും, അത് പല 2019 2024 കാലങ്ങളിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മന്ത്രിമാർക്കും എതിരെ ഉൾപ്പെടെ FIR രജിസ്റ്റർ ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയെ അനുസരിച്ചിരിക്കും. എന്തായാലും മോഷണം നടന്നു എന്ന് ദേവസ്വം വിജിലൻസ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കാരണം ഇത് പല വാദങ്ങളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് സ്വർണം മോഷ്ടിക്കപ്പെട്ടതല്ല, കൈമാറ്റം ചെയ്യപ്പെട്ടതല്ല, അതല്ലാതെ തന്നെ നശിച്ചു പോയത് എന്നതുൾപ്പെടെയുള്ള ബാലിശമായ ചില വാദങ്ങൾ ഇതിന്റെ ഈ വിവാദം തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ വാദങ്ങളൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുകൂടി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ വിജിലൻസിന്റെ ആ ഗൂഢാലോചന സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി റിപ്പോർട്ടിലുണ്ട്. അക്കാര്യങ്ങൾ കൂടി ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുടെ നിർണായക മൊഴി കൂടി ഉൾപ്പെടുത്തിയാണ് ഈ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ എത്തിച്ചത് പുതിയ ചെമ്പുപാളി എന്നുള്ളതാണ് കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിനു ശേഷം ചെന്നൈയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുള്ളത്. അങ്ങനെയെങ്കിൽ അത് കൈമാറ്റം ചെയ്തത് കേരളത്തിലാണോ അതല്ല മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടുപോയി ഇത് വിൽക്കുകയോ അതല്ലെങ്കിൽ കൈമാറ്റം ചെയ്തതിനു ശേഷം പുതിയ ചെമ്പുപാളി നിർമ്മിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടി വരും. എന്തായാലും ഒരു അന്വേഷണത്തിനുള്ള സാഹചര്യം, അത് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി ഇക്കാര്യം പരിഗണിച്ചതിന് ശേഷം അറിയാം. പക്ഷേ നിലവിലെ സൂചനകൾ പ്രകാരം ആ നിലയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലുള്ളത്. ഈ അമ്പത്തൂരിലെ ഫാക്ടറിയിൽ എത്തിച്ചത് പുതിയ ചെമ്പ് പാളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വഴിയോരത്ത് എവിടെയോ വെച്ച് ഏതോ ഒരു കോടീശ്വരന്റെ അണ്ടാവിലേക്ക് ഇത് കയറിപ്പോയി എന്ന് വേണം കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.